ഹലോ ഗൈസ്, ഹാപ്പി ഓണം. നിങ്ങളുടെയൊക്കെ ഓണം എവിടെ എത്തി? ഞങ്ങൾ ഓണം ആഘോഷിക്കാൻ പോകുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ അയൽവാസി ചേച്ചി വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ചളി ബിളിയായിട്ടുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഈ മുല്ലപ്പൂ പോലെ തൊയിഞ്ഞ് കിടക്കുന്ന സാധനമാണ് കാപ്പി. ഇവിടെ കാപ്പി പൂത്താൻ നല്ല മണമാണ്. ഇങ്ങനെ തൊയിഞ്ഞ് കിടക്കുന്നതും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണപ്പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഈപ്പിൻ്റെ പരിപാടിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞതാണ്. നമ്മൾ വീട്ടിലൊക്കെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് അപ്പം നമ്മൾ ചെന്നപാട് നമുക്ക് പായസമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്ന് ആ കുഞ്ഞ് കൈ പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ, അതെൻ്റെ സോയിയാണ് കേട്ടോ. അപ്പോൾ ഓരോ കറികളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒന്ന് കഴിച്ചിട്ട് എരിഞ്ഞതാണ് ആ കാണുന്നത്. എരിഞ്ഞെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറും കറികളും എല്ലാം വന്നിട്ടുണ്ട്. കൂടെ കരഞ്ഞിരിക്കുന്ന സോയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തീർക്കട്ടെ. അടുത്ത റൗണ്ട് ഉമ്മക്ക് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഉമ്മക്ക് ഒറ്റയ്ക്ക് വിളമ്പിയിട്ടാണ് കഴിക്കുന്നത്. കാരണം ഒരുപാട് ആളും തിരക്കും ആയതുകൊണ്ട് നമ്മൾ തന്നെ വിളമ്പി അങ്ങനെ. അപ്പോൾ എല്ലാവരും മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഇല കണ്ടപ്പോൾ നല്ല വൃത്തി തോന്നി, അതുകൊണ്ട് അതൊന്നും എടുത്തു. പിന്നെ സോയക്ക് ഫുഡ് എടുത്തു. അപ്പോൾ ഇനി നമ്മളുടെ കലാപരിപാടികൾ ആരംഭിക്കുകയായി. ഒരുപാട് കുട്ടിപ്പട്ടാളങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓണക്കായിട്ട് കുറച്ച് ഗെയിംസൊക്കെ കളിച്ചാലോ എന്ന് വിചാരിച്ച് ബോയ്സിനെ വെച്ചിട്ട് ഇങ്ങനെ ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ പോകണം കേട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റ് പോയെങ്കിൽ എന്താ, സെക്കൻഡ് അറ്റംപ്റ്റ് ജയിച്ചില്ല നമ്മൾ. അപ്പോൾ അങ്ങനെ നമ്മൾ സമ്മാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കളെ വെച്ചിട്ടുള്ള ഓരോ ഗെയിംസാണ്. നമുക്ക് തക്കുടൂനാണ് ഫസ്റ്റ് കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സോയത ഞം ചോക്ലേറ്റൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് പൂക്കൾ കണ്ടപ്പം എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇവിടെ ഒരു വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ പറിച്ചു. എൻ്റെ സോയ നോക്കിക്കൊണ്ട് കുറച്ച് വലുതാണെങ്കിൽ അവൾക്കും ഈ ഗെയിമിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. കാരണം അത്രയും പൂട്ടി കുട്ടികളാണ് കണ്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഗെയിം ബോയ്സിന് മാത്രമുള്ളതാണെങ്കിൽ രണ്ടാമത്തേത് മിഠായി പിറക്കലാണ് കേട്ടോ. അങ്ങനെ മിഠായി ഇട്ട് കൊടുത്തിട്ട് അവർ പിറക്കണം. നമ്മൾ മൊത്തം അങ്ങനെ ഇട്ട് ചിതറി ഇങ്ങനെ വെക്കും. എന്നിട്ട് അത് 2 പേര് മാത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് അവർ പിറക്കിയെടുക്കണം. 1 2 3 ഓരോരുത്തർ കൈ കൊടുക്കും. ആദ്യ റൗണ്ടിൽ മത്സരാർത്ഥികൾ ഇവർ 4 പേരുമായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ 2 വിജയികളെ എടുത്തിട്ടുണ്ട്. അവരെ വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ഈ ഗെയിം തന്നെ കളിച്ച് നമുക്ക് ഈ ഫസ്റ്റും സെക്കൻഡൊക്കെ നോക്കിയിട്ടാണല്ലോ സമ്മാനം കൊടുക്കേണ്ടത്. അപ്പം നമ്മളിതിൽ ഫസ്റ്റ് കിട്ടിയത് ആ മോൾക്കാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് 2 പേർക്കും ഒരുപോലെയാണ് കിട്ടിയത്. അപ്പോൾ അവരെ വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ സെക്കൻഡിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണിത്. അപ്പം ഇവർ 2 കൂടിയാണ് കളിക്കുന്നത്. നല്ല വാശിയേറിയ പോരാട്ടം തന്നെയാണ് കേട്ടോ. അപ്പം ഈ ഗ്രീൻ ടീഷർട്ട് ഇട്ടില്ലേ, ഇവനാണ് സെക്കൻഡ് കിട്ടിയത്. ആളൊരു ചില്ലറക്കാരനല്ല. നമ്മുടെ മെയിൻ ഐറ്റത്തിലേക്ക് നമ്മൾ പോയി, അതായത് കസാരക്കളി. അപ്പം ആദ്യം ഈ കുട്ടികളെ വെച്ചിട്ടാക്കാൻ വിചാരിച്ച്, കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ ടീനേജേഴ്സിനെ വെച്ചിട്ട് ഇവരൊക്കെ ഒരുമിച്ച് പഠിക്കുന്നവരാട്ടോ. അപ്പം ഇവർ തമ്മിലുള്ള ഒരു മത്സരം നല്ല രസമാണല്ലോ. നല്ല വാശിയേറിയ മത്സരം എന്ന് പറഞ്ഞാൽ നല്ല വാശിയേറിയ മത്സരം. ഞാൻ നോർമൽ വോയിസ് കൊടുക്കാത്തത്, അതിൽ പാട്ടുണ്ട്. ഇനിയിപ്പം ഇനിയൊരു കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വേണ്ട, അതുകൊണ്ടാണ്. പിന്നെ ഈ ഇരിക്കുന്ന വര കുപ്പായിട്ട ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിക്ക് 2 കുട്ടികളുണ്ട്. കാണുമ്പോൾ ലുക്കില്ല എന്നേ ഉള്ളൂ, നല്ല വയറ് നിറച്ചും പ്രായമുള്ള ആളാണ്. ഇവിടുത്തെ ചേച്ചീൻ്റെ മോളാട്ടോ. നല്ല പൊടിച്ച് തകൃതയായി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വാശിയേറിയ മത്സരം എന്നൊക്കെ പറയൂലേ, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേലും കസാലക്കളി ഒരു അടിപൊളി സംഭവം തന്നെ അല്ലേ. ഇവരിത്ര സ്പീഡൊന്നും നടക്കുന്നില്ല, ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ്. കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇവരതൊന്ന് കഴിഞ്ഞിട്ട് വേണം അവർക്ക് കളിക്കാൻ നിൽക്കാൻ. ഇവരിതാണ് കഴിയണ്ടേ. എനിക്കൊക്കെ ആണെങ്കിൽ തല കറങ്ങേണ്ട സമയം കഴിഞ്ഞ്. അത്രയും നേരമായല്ലോ ഇതിൻ്റെ ചുറ്റും നടക്കാൻ തുടങ്ങിയിട്ട്. എല്ലാവരും നല്ല ഹരത്തിലായിട്ടുള്ളത്, മക്കളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ. അപ്പോൾ നമ്മൾ അടുത്തത് വലിയ ആൾക്കാരെ വെച്ചിട്ടായിട്ടോ കളിക്കുന്നത്. നല്ല വാശിയേറിയ മത്സരം തന്നെ നടക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് മഴ ചതിച്ചില്ല. പൊതുവേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ മഴ വരുത്താണ് പതിവ്. പക്ഷെ ഇന്നെന്തോ മഴ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കലാപരിപാടികൾ നല്ല സന്തോഷത്തോടെ കളിക്കാനും പറ്റുന്നുണ്ട്. അപ്പം കുറേ അങ്ങോട്ട് തന്നെ നടന്നാൽ തല കറങ്ങണ്ടെന്ന് വിചാരിച്ച് കുറച്ച് ഇപ്പുറത്തേക്കും നടത്തി നോക്കുന്നുണ്ട്. ഇവരൊക്കെ പതുക്കാന്നേ നടക്കുന്നത്. നമ്മുടെ കയ്യിലിട്ടാവേണ്ടിയിരുന്നു, നമ്മളങ്ങ് പൊളിച്ചെടുത്ത്. തോറ്റ് പിന്മാറുമ്പോഴേക്ക് മുഖത്തുള്ള സങ്കടങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവരൊക്കെ ഒരു നിമിഷത്തേക്ക് മക്കളായ പോലെ, സ്കൂളിലേറ്റുള്ള പോലെയാണ് ഇവരുടെ മനസ്സിലുള്ളത് കേട്ടോ. കാരണം
അത്ര എൻജോയ് ചെയ്യുന്നുണ്ട്. വലിയ ആൾക്കാരാണെന്നുള്ളത് അവർക്ക് തന്നെ മറന്നു പോയിട്ടുണ്ട്. പിന്നെ ഈ ഗെയിമിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താ പറയുക, ഈ വരവരട്ട ചേച്ചിയില്ലേ, അതായത് നേരത്തെ വിജയാർത്ഥി, ആ ചേച്ചിയുടെ അമ്മയാണ് ബാക്കിലോടുന്ന ചേച്ചി. ഇവർ തമ്മിലുള്ള ഒരു വമ്പൻ മത്സരം കൂടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം അമ്മയും മോളുമാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ ജയിക്കും മോള് ജയിക്കും, നിങ്ങൾ കണ്ടു തന്നെ നോക്കൂ. അവസാനം നമ്മുടെ ഈ ഗെയിമിൽ അമ്മയാണ് വിജയിച്ചിരിക്കുന്നത്. പിന്നെ മക്കളെ വെച്ചിട്ടുള്ള അവർ വെയിറ്റിങ്ങാണ്, ഇവരതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം അവർക്ക് കളിക്കാൻ. നേരത്തെ അതേ വിജയാർത്ഥികൾ തന്നെ കേട്ടോ. ഇത് നേരത്തെയും ഫസ്റ്റ് സെക്കൻഡ് ഇവർക്ക് തന്നെ ആയിരുന്നു, ഇപ്പോഴും ഇതാ അങ്ങനെ തന്നെ. അപ്പോൾ ഇവരെ വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി കളിപ്പിച്ച് നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഓണം ഒരു വൈബ് തന്നെയാണല്ലേ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ജോയ് ഇതിരുന്നിട്ട് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു വലിയ മക്കളെ വെച്ചിട്ടായിട്ടോ. ഇവരെ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പണിയാണ്. ചെറിയ ഇറ്റങ്ങൾ കടലയിൽ കല്ലുടിങ്ങേരി വീണു പോകുമല്ലോ, അത് വിചാരിച്ചിട്ട് നമ്മൾ 3 സെക്ഷനായിട്ട് കളിപ്പിക്കുന്നത്. 4ാമത്തെ സെക്ഷനാട്ടോ ഇത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലാണ് ഓർമ്മ വരുന്നത്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് എത്ര ഈ കസാരക്കളിയൊക്കെ കളിച്ചിട്ടുണ്ടല്ലേ. എപ്പോഴും തോക്കും, ഏത് ഗെയിമിന് നിന്നാലും. അതൊക്കെയാണ് എനിക്ക് ഓർമ്മ ആവുന്നത്. ഇതിനെല്ലാവരും നിർബന്ധിച്ചിട്ട് ഒരു പരിപാടിക്ക് ഞാൻ നിന്നില്ല, എന്തിനാ വെറുതെ തോറ്റ് നാണം കെട്ടണമെന്ന് വിചാരിച്ചിട്ട്. അതിലും വിജയാർത്ഥിനെ കണ്ടുപിടിച്ച് ഇതാ നമ്മളിവിടെ നിന്ന് നോട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ജോയ് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെ കളികൾ കാര്യങ്ങൾ. അപ്പം അടുത്തത് നമ്മുടെ ഉറിയടിയാണ് കേട്ടോ. പണ്ടൊക്കെ സ്കൂളിലായിരുന്നു ഇങ്ങനത്തെ പല മത്സരങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് കുറച്ചുകൂടെ സന്തോഷം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പണി തന്ന് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ മക്കളൊന്നും കയറാൻ നിൽക്കുന്നില്ല. അവർക്ക് അപ്പോഴും കളിച്ചാൽ മതി എന്നുള്ള ആ ഒരു ഹരത്തിലാണ് മക്കളൊക്കെ നിൽക്കുന്നത്. മഴ പെയ്തിട്ട് നമ്മൾ പറയുന്നുണ്ട് കയറാൻ, പക്ഷെ അവർ കയറണ്ട, അവർക്ക് കളിക്കണം നിർബന്ധം. പൊതുവേ ഇതിലുള്ളത് നമ്മുടെ അയൽവാസികളായിട്ടുള്ള കുട്ടികളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഞാൻ ഇതുവരെ കാണാത്ത മുഖങ്ങൾ അടുക്കുന്നുണ്ട്. കാരണം ഈ വീട്ടിൽ വിരുന്ന് വന്ന മക്കളൊക്കെ ആയിട്ട് അവർ വരെ കളിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ ഒരു മത്സരത്തിൻ്റെ ഹരം കൊണ്ട് വന്നതാട്ടോ. ഇവർ തമ്മിൽ ആദ്യം കളിച്ചും ചിരിച്ചതുകൊണ്ട് ഇവർക്കറിയാം. ഞാനിവിടെ ചോദിക്കുമായിരുന്നു ആ കുട്ടി ഏതാ ഈ കുട്ടി ഏതാ, കാരണം നമുക്ക് കണ്ട് പരിചയമില്ല. ഇവർക്ക് കളിച്ചിട്ടുള്ള ഒരു ശീലമുണ്ട്, ഇവിടുന്ന് ഇവർ ക്രിക്കറ്റൊക്കെ കളിക്കുന്നതാണ്. അപ്പം ആ ഒരു ഇതുണ്ട്. അവർ നല്ല ഫ്രണ്ട്സാണ്. അങ്ങനെ വന്നാൽ നമ്മൾ കണ്ടുപരിചയം പോലും ഇല്ലാത്ത മുഖങ്ങളൊക്കെയാണ് കേട്ടോ. ഉറിയടീൻ്റെ പേരിൽ ആരുടെങ്കിലും തല പൊട്ടുമെന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവർ കണ്ണ് വെട്ടിയത് കൊണ്ട് തന്നെ ഏതൊക്കെയോ വഴിക്ക് എങ്ങോട്ടൊക്കെയോ ആണ് കേട്ടോ പോകുന്നതൊക്കെ. മക്കളല്ലേ, നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടും കൂടിയല്ലേ വിടുക. ലാസ്റ്റ് അടിച്ചടിച്ച് സാധനം എവിടെ നിന്ന് കണ്ണ് തുറന്ന് നോക്കുന്നവരൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അവസാനം ഉറി വീണ് പൊട്ടാട്ടോ ചെയ്തത്, ആരും കഷ്ടപ്പെട്ട് പൊട്ടിച്ചില്ല. പിന്നെ അടുത്തതായി നമ്മുടെ മെയിൻ താരം വടംവലി. ഇതൊക്കെ ഇല്ലാതെ എന്തോണല്ലേ. ഞാൻ +2 പഠിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളെ ക്ലാസ്സിലെ ബോയ്സ് മൊത്തം യെല്ലോ കളർ ഡ്രസ്സിട്ട് വന്നിട്ട് നമ്മുടെ ഈ പ്രേമൊക്കെ ഇറങ്ങിയില്ലേ ആ ഒരു ടൈമാണ്. എന്നിട്ടിങ്ങനെ വടം വലിക്കുക, അതിൽ ബ്ലാക്കിന് പകരം ഇവർ യെല്ലോ ആക്കി. അങ്ങനെ ആയിട്ട് മഞ്ഞപ്പട, നമ്മുടെ ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു തീമിലൊക്കെ ആയിട്ട് ഇവരിങ്ങനെ മഞ്ഞപ്പട എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലാസ്റ്റ് ഞങ്ങളെ ക്ലാസ് ജയിക്കുന്നത് മഞ്ഞപ്പട ജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഹരമാണ് ഇത് കാണുമ്പോൾ വരുന്നത്. അപ്പം മക്കൾ നിങ്ങൾ കണ്ടില്ലേ, ഇനി ഇതാ വലിയ ആൾക്കാരത്. ഇവരൊന്നും ഒരു മത്സരത്തിനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേട്ടോ. ഇപ്പം തോക്കണേ നോക്കണ്ട, ഇവരാണ് ലാസ്റ്റ് ജയിച്ച ടീം. ഇതിൻ്റെ ഇടയ്ക്കുള്ള രസം എന്താണെന്ന് വിചാരിച്ചാൽ ഈ വടംവലീൻ്റെ ഇടയ്ക്ക് ഈ കയറുണ്ടല്ലോ, നമുക്ക് ഈ നടുക്കൊരു സെൻറ്ററിലൊരു സാധനം കെട്ടി നമ്മൾ തോർത്ത് കെട്ടി തൂക്കുന്നുണ്ട്. ഇവർ 2 കൂട്ടരും വിട്ടു തരുന്നില്ലേ, ഇതൊന്ന് കെട്ടട്ടെ പറഞ്ഞിട്ട് ഇവരുണ്ടോ വിട്ടു തരുന്നത്. ഇവർ മത്സരത്തിൻ്റെ ഹരത്തിലാണ്. ഈ ടീമിനെ അങ്ങോട്ട് നിർത്തിയിട്ടോ ആ ടീമിനെ ഇങ്ങോട്ട് നിർത്തിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കിതിൽ പശുവിനെ വലിച്ച എക്സ്പീരിയൻസ് ഉണ്ടെന്ന്, ചിലർ പോത്തിനെ വലിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, ചിലർ ഭർത്താവിനോട് നല്ലിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കളിക്ക് നിൽക്കുന്നത്. എന്തായാലും ഞങ്ങളെ റംലമ്മായി വിട്ടെടുത്തില്ല കേട്ടോ. അട സക്കേന്നും പറഞ്ഞ് വലിച്ച് ബാക്കിയുള്ളവരെ തോപ്പിച്ച് അവരൊക്കെ നിലത്ത് കിടന്ന് ഉരുളതൊക്കെ നിങ്ങൾക്ക് കാണാം. പാവങ്ങൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ഹരത്തിൽ കളിച്ചു. പിന്നെ ഇതിൽ മെയിനും മക്കളാട്ടോ. മക്കളും നന്നായിട്ട് ചിയർ ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടോ ഇവർ കളിക്കുന്നതൊക്കെ. ഫൈനലി നമ്മുടെ ഇടത് ഭാഗത്തുള്ള ടീമാണ് ജയിച്ചത്. ഇത് ബിസ്ക്കറ്റ് കടിക്കൽ. ഇവരിങ്ങനെ ചാടി ബിസ്ക്കറ്റ് കടിച്ച് പൊട്ടിക്കണം കേട്ടോ. എന്ത് നല്ല മക്കളായിട്ടപ്പോൾ നിൽക്കുന്നൊക്കെ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ നിന്നോടിയെന്ന്.
ഇപ്പം തുടങ്ങും ഇവരുടെ അലമ്പ് കളി, ഒച്ചപ്പാടും ബഹളും. പാവമക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കടിക്കണ്ടേ, കടിച്ചാലല്ലേ ഒന്ന് ജയിക്കുള്ളൂ. എല്ലാവരും കുറേ ചാടി ചാടി തളരും. അപ്പം നമ്മൾ നിർത്തും. പിന്നെയും നമ്മളിത് ജസ്റ്റ് പാട്ടൊക്കെ വെച്ചിട്ട് ഓൺ ചെയ്യും. അപ്പോൾ ഇവർ പിന്നെയും ചാട്ടം തുടങ്ങും. അങ്ങനെ ചാടി ഒരു 3 റൗണ്ട് 4 റൗണ്ട് ഇവർ ക്ഷീണിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അത് കടിച്ച് പൊട്ടിക്കുന്നത്. കടിച്ച് പൊട്ടിച്ചിട്ടാണെങ്കിലോ ആളത് മിണ്ടിയുമില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച്. പിന്നാണെങ്കിലോ അടുത്ത ഗെയിം സുന്ദരിക്ക് പൊട്ട് തൊടൽ. നമ്മളെല്ലാ ഗെയിമെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സുന്ദരിക്ക് പൊട്ട് തൊടാൻ വേണ്ടി സുന്ദരനെ തിരഞ്ഞു പോകുന്ന ആൾക്കാരാണ് കേട്ടോ ഇവർ. സ്വന്തം അമ്മൻ്റെ മുഖത്ത് പോയിട്ട് അളവൊക്കെ എടുത്ത് വന്നതാ. മൂക്കിൻ്റെ എത്രത്തോളം മുകളിലാണ് ഈ പൊട്ട് തൊടുന്ന സ്ഥലം എന്നൊക്കെ അളന്ന് വന്നതാണ്. വായുവിൽ വരെ സുന്ദരിക്ക് പൊട്ട് തൊടൽ കളിക്കാമെന്നും ഇവർ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നാളെ മദ്രസയിൽ നബിദിനത്തിൻ്റെ പരിപാടി ഉള്ളത്. അതിനെ പാടാനും കൂടി ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വേഗം സമാപിച്ചില്ലെങ്കിൽ നാളെയും കൂടി ക്ഷീണമായിരിക്കും. അങ്ങനെ ഒരുവിധം എല്ലാം കഴിഞ്ഞ് അതിൽ നിന്നും നമുക്ക് വിജയം കിട്ടി. അടുത്തത് ബലൂൺ പൊട്ടിക്കലാണ്. ഈ കളി എങ്ങനെയാണെന്ന് കൊച്ചുകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ കുറച്ച് ടൈം എടുത്ത്. എന്ത് തന്നെ ആണെങ്കിലും വളരെ രസകരമായ രീതിയിൽ നമ്മളുടെ ഓണം ഇവിടെ കഴിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.